പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കുന്നതാണ്. നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്ന 2008 ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നതും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നെൽവയലിൻ്റെ ഉടമസ്ഥനോ അയാളുടെ കുടുംബത്തിനോ വീട് വെക്കാൻ പറ്റിയ സ്ഥലം സ്വന്തം ജില്ലയിൽ ഇല്ലാത്ത പക്ഷം ഗ്രാമപഞ്ചായത്തിൽ 10 സെൻറ്റും നഗരപ്രദേശങ്ങളിൽ 5 സെൻറ്റും നിലം വീട് വെക്കാൻ അനുമതി ലഭിക്കും. വേറെ വീടില്ലാത്ത ഒരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെൻറ്റും നഗരത്തിൽ 5 സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ പഞ്ചായത്ത് നഗരസഭ അനുമതി നൽകേണ്ടതാണ്. സർ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ, ഇത് കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ വീടില്ലാത്തൊരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ 10 സെൻറ്റും നഗരത്തിൽ 5 സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകുക എന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് അവരെ മടക്കാൻ പാടില്ല. ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് കരുതാൻ പാടില്ല. അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. സർ, വീട് നിർമ്മിക്കുന്നതിന് പല ഓഫീസുകളും കയറിയിറങ്ങുന്ന സ്ഥിതിയിൽ മാറ്റം വരുത്തി ഒരു ഏകജാലക സംവിധാനം പോലുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? സർ, ഇതിന് ഏകജാലകമൊന്നും ആവശ്യമില്ല. ഈ 10 സെൻറ്റും 5 സെൻറ്റും എന്ന് പറയുന്നത് ഒരു പരിധിയാണ്. ആ പരിധിക്കുള്ളിൽ എനിക്ക് വേറെ വീടില്ല. ഞാനൊരു അപേക്ഷയായിട്ട് ചെന്നാൽ അത് കൊടുത്തിരിക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അത് കൊടുത്തിരിക്കണം. അതാണ് ഇപ്പോൾ പറയുന്നത്. ശ്രീ എൽദോസ് പി. കുന്നപ്പള്ളി. സർ, സംസ്ഥാനത്ത് ആശ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അതാ അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സർ, ആശാ വർക്കർമാർ നമ്മുടെ പഞ്ചായത്തിലെ വാർഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് 24 മണിക്കൂർ ജോലി ചെയ്യുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മാലാഖമാരാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇവിടെ 140 MLA-മാർക്കും അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാം. സർ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടി 17 വർഷങ്ങൾക്ക് മുൻപാണ് ആശാ വർക്കർമാർ എന്ന സങ്കല്പം കൊണ്ടുവരികയും അത് നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.